ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചക്കക്കുരു കൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് ഞാൻ ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാൻ പോകുന്നു, മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട്. ഓക്കെ, നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ഞാൻ ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മീൻവയൽ നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. എൻ്റെ എല്ലാ കേരള വിഭവത്തിനും ഒട്ടുമിക്ക കറികൾക്കും കേട്ടോ ഈ തേങ്ങ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. തേങ്ങയും വെളുത്തുള്ളിയും കുറച്ച് കുഞ്ഞുള്ളിയും പിന്നെ പച്ചമുളക് പിന്നെ ചെറിയ ജീരകവും കൂടെ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ മുരിങ്ങയ്ക്കയും കുറച്ച് മാങ്ങയും കൂടെ ഇട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്കിന്ന് ചക്കക്കുരുവും മുരിങ്ങയ്ക്കായും പിന്നെ നമ്മുടെ മാങ്ങ ഇട്ടിട്ടുള്ളൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വലിയ കാര്യത്തെ ഫ്രിഡ്ജ് തുറന്ന് നോക്കി മാങ്ങ ഉണ്ടെന്ന് വെച്ചു. ഇതാണ് മാങ്ങേൻ്റെ പീസ് കേട്ടോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ കറിക്കകത്ത് ഈ മാങ്ങ നമുക്കങ്ങ് ഒഴിവാക്കാം. ഓക്കെ, സോ ലീവ് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാങ്ങ ഇടാം, ഇറ്റ് വിൽ ബി വെരി ടേസ്റ്റി. അതിന് പകരം ഐ വിൽ ആഡ് തക്കാളി. ഭാഗ്യത്തിന് ഒരു തക്കാളിയാണ്, നമുക്ക് ഈ ഒരു തക്കാളി കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. എന്താ ഒരു ചീനിച്ചട്ടിയിൽ നമ്മുടെ മുരിങ്ങയ്ക്കയും ഞാൻ ആ മാങ്ങയുടെ കുറച്ച് പീസിലെ ഒരു പുളിക്ക് വേണ്ടി ഞാനത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഒരു തക്കാളിയും കൂടെ നമ്മളിത് ആഡ് ചെയ്യുന്നതാണ്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഇവിടെ മുരിങ്ങയ്ക്കയും മാങ്ങയും തക്കാളിയും അതും ഏകദേശം വെന്തു. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചക്കക്കുരു ഓൾറെഡി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉടയ്ക്കാം. സോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കായും തക്കാളിയും മാങ്ങേൻ്റെ പീസ് ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്കൊന്ന് തിളപ്പിക്കാം. ഓക്കെ, മീൻവയൽ എൻ്റെ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഞാൻ ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. സോ അങ്ങനെ എൻ്റെ ചക്കക്കൂട്ടിനകത്ത് ഞാൻ ആ അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിച്ച് നമുക്കിനി ഇതിലേക്ക് ഒന്ന് വറുത്തിടണം. ഓക്കെ, എല്ലാം മണം വരുന്നുണ്ട് ഗൈസ്. ഐ ആം ഡൂയിങ് ദിസ് ഫോർ ദ ഫസ്റ്റ് ടൈം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, ചക്കക്കുരു ആണെങ്കിൽ. സോ ഇപ്പോൾ ഞാൻ ചക്കയുടെ കുറേ വിഭവങ്ങൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചക്ക കൊണ്ട് നമുക്ക് എന്നെല്ലാം ഉണ്ടാക്കാമെന്ന് അല്ലേ, ഒന്നും വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് ഒന്ന് താളിക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. വറ്റൽമുളക്. സോ നമുക്കിനി വറ്റൽമുളക് ആഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മുടെ കടുക് നമുക്കിനി ഇതിലേക്ക്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങയും എല്ലാം കൂടിയിട്ടുള്ള നല്ല മണം ഇറ്റ്സ് റെഡി. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.